ചില നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾ വെള്ളി ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതവും വിട്ടുമാറില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം വേദജ്യോതിഷ പ്രകാരം ഓരോ ധാതുക്കളും ഓരോ വ്യത്യസ്തമായ ഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്നവയാണ്. അതിൽ സ്വർണം വ്യാഴത്തിനെയും വെള്ളി ചന്ദ്രനെയും പ്രതിനിധീകരിക്കുന്ന ലോഹങ്ങളാണ്. അതിനാൽ തന്നെ വെള്ളി ആഭരണങ്ങൾ ധരിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന രാശിക്കാരുമുണ്ട്. അതുപോലെ തന്നെ വെള്ളി ആഭരണങ്ങൾ ധരിച്ചാൽ ദാരിദ്ര്യവും കഷ്ടകാലവും ദുരിതങ്ങളുമൊന്നും ജീവിതത്തിൽ നിന്നും വിട്ടുമാറാത്ത രാശിക്കാരുമുണ്ട്. ഇപ്രകാരം വെള്ളി ആഭരണങ്ങൾ ധരിക്കുവാൻ പാടില്ലാത്ത നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും ഇതിൻ്റെ വിശദാംശങ്ങളെ പറ്റിയുമെല്ലാം നാം ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. എല്ലാ മനുഷ്യരും തന്നെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ആഭരണങ്ങൾ ധരിക്കുക എന്നുള്ളത്. എന്നാൽ ആഭരണങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ ജ്യോതിഷപരമായുള്ള ഗുണദോഷ ഫലങ്ങളെ തിരിച്ചറിഞ്ഞു വേണം തിരഞ്ഞെടുക്കുവാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ഗുണത്തിന് പകരം അതീവ ദോഷകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. ഇനി നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന രാശിക്കാർ വെള്ളി ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന 3 രാശികളും അഗ്നിതത്വ രാശികളാണ്. എന്നാൽ ചന്ദ്രൻ എന്ന ഗ്രഹം ജലതത്വമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്രകാരം അഗ്നിതത്വവും ജലതത്വവും തമ്മിൽ ചേരുന്നത് അശുഭകരമായതിനാലാണ് ഈ രാശിക്കാർ വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നത് ദോഷകരമായി വരുന്നത്. ഇപ്രകാരം വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നത് ദോഷമായി വരുന്ന ആദ്യത്തെ രാശിക്കാർ അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. മേടം രാശിയുടെ അധിപൻ ചൊവ്വയാണ്. അതിനാൽ തന്നെ മേടം രാശിക്കാരായിട്ടുള്ള ആളുകൾ വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നത് നിങ്ങളിലേക്ക് ദാരിദ്ര്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരുവാനിടയാക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, നിങ്ങളുടെ തൊഴിൽ മേഖലകളിലും ബിസിനസ് മേഖലകളിലുമൊക്കെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ തിരിച്ചടികൾ വന്ന് നേരിടുവാനിടയുണ്ട്. മേടം രാശിക്കാരായിട്ടുള്ള ആളുകൾ വെള്ളി ആഭരണം അണിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച കാണുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനാൽ തന്നെ മേടം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു ജ്യോതിഷിയെ കണ്ട് ഏത് തരത്തിലുള്ള ആഭരണങ്ങളാണ് നിങ്ങൾക്ക് ഗുണകരമായ ഫലങ്ങൾ നൽകുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞതിന് ശേഷം ധരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇനി രണ്ടാമതായി വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നത് ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ നൽകുന്ന രാശിക്കാർ മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശി എന്ന് പറയുന്നത് സൂര്യന് ആധിപത്യമുള്ള രാശിയായതിനാൽ തന്നെ തീഗോളമായാണ് ജ്യോതിഷം സൂര്യനെ സങ്കല്പിക്കുന്നത്. സൂര്യന് അതിതീവ്രമായ ചൂടാണെങ്കിൽ നേരെ മറിച്ച് ചന്ദ്രൻ എന്ന് പറയുന്നത് വളരെയേറെ തണുപ്പുള്ള ഖരാവസ്ഥയിലുള്ള ഗ്രഹമാണ്. ആയതിനാൽ തന്നെ ചന്ദ്രനെ പ്രതിനിധീകരിക്കുന്ന ലോഹമായ വെള്ളി സൂര്യന് ആധിപത്യമുള്ള രാശിക്കാർ ധരിക്കുന്നത് തീർത്തും ശുഭകരമല്ല. ഇപ്രകാരം ചിങ്ങം രാശിക്കാർ വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുമാറാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യതടസ്സങ്ങളുമൊക്കെ ഉണ്ടാകുവാനിടയാക്കുന്നു. നിങ്ങൾ എത്രയൊക്കെ പരിശ്രമിച്ചാലും പണം നിങ്ങളുടെ കൈകളിലേക്ക് വരാത്ത രീതിയിലുള്ള അവസ്ഥയായിരിക്കും നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ
കർമ്മ മേഖലകളിൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടതായും വരും. അതിനാൽ ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകൾ വെള്ളി ആഭരണങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതാണ് ഉത്തമം. അടുത്തതായിട്ട് വരുന്ന രാശിക്കാർ മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിയുടെ ഗ്രഹം വ്യാഴമായതിനാലാണ് ധനുരാശിക്കാർ വെള്ളി ആഭരണങ്ങൾ ധരിക്കുമ്പോൾ ദോഷഫലങ്ങൾ വരുന്നത്. അതായത് ധനുരാശിയുടെ അധിപനായ ഗ്രഹമായ വ്യാഴത്തിൻ്റെ ധാതുവായ സ്വർണം നിങ്ങൾ ധരിക്കാതെ പകരം വെള്ളി ധരിക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് പലതരത്തിലുള്ള അപകടങ്ങളും വന്നു ചേരുവാനിടയാക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അപകടങ്ങളുമൊക്കെ ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നതിനാൽ വന്നേക്കാം. എത്രയൊക്കെ പരിശ്രമിച്ചാലും ജീവിതത്തിലെ ദാരിദ്ര്യവും ഇല്ലായ്മയുമൊക്കെ മാറാതെ വരുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും ജീവിതത്തോട് വെറുപ്പും മടുപ്പുമൊക്കെ ഉളവാക്കുവാനിടയുണ്ട്. എന്നാൽ ആരും തന്നെ ഇതിൻ്റെ കാര്യകാരണങ്ങളെപ്പറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നാം ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകളാണോ ഇതിന് കാരണം എന്നതിനെപ്പറ്റി ചിന്തിക്കാറില്ല. അതിനാൽ നാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 3 രാശിക്കാരിൽ ആരെങ്കിലും ഈ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് തുടരാതിരിക്കുക. ഇത് വളരെ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ലാത്തതിനാൽ തന്നെ അതിൻ്റേതായ പ്രാധാന്യം നിങ്ങൾ ഈ ഒരു കാര്യത്തിന് കൊടുക്കുക. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഉയർച്ചകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ കഴിയും. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.